ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ മിസ് ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ പാരഗ്രാഫിൽ എനിക്ക് ഒരു വേർഡ് സെർച്ച് ചെയ്യാനും ആ വേർഡിനെ ആവശ്യമെങ്കിൽ റീപ്ലേസ് ചെയ്യാനും ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫൈൻഡ്, റീപ്ലേസ്, സെലക്ട് എന്ന് പറയുന്ന 3 ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പം നമുക്കൊരു വേർഡിനെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഫൈൻഡ് ആണ്. അപ്പം ഞാനിവിടെ ഫൈൻഡ് ക്ലിക്ക് ചെയ്തു. ഇവിടെ എനിക്ക് ഏത് വേർഡാണോ എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ആ വേർഡിനെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എനിക്കിപ്പം HCVS എന്ന് പറയുന്ന വേർഡാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ HCVS ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി അത് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി ഫൈൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഒരു ബട്ടൺ ഉണ്ടാവും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വേർഡിൽ ആ വേർഡ് എവിടെയാണോ ഉള്ളത് അതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫൈൻഡ് നെക്സ്റ്റ് റിപ്പീറ്റായിട്ട് കൊടുക്കുമ്പോൾ ഈ പാരഗ്രാഫിൽ എവിടെയൊക്കെ HCVS എന്ന് പറയുന്ന വേർഡുണ്ടോ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ പാരഗ്രാഫിൽ ഇല്ലാത്തൊരു വേർഡ് കൊടുക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഫൈൻഡ് വാട്ടിൻ്റെ അവിടെ ഞാൻ കോട്ടയം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ നോക്കിക്കേ, വന്ന മെസ്സേജ് കണ്ടോ? വേർഡ് ഹാസ് ഫിനിഷ്ഡ് സെർച്ചിങ് ദ ഡോക്യുമെൻറ്റ്, ദ സെർച്ച് ഐറ്റം വാസ് നോട്ട് ഫൗണ്ട്. അതായത് ആ പാരഗ്രാഫിൽ കോട്ടയം എന്ന് വേർഡ് ഇല്ല, അതുകൊണ്ട് സെർച്ച് ഐറ്റം നോട്ട് ഫൗണ്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റീപ്ലേസ് ചെയ്യാമെന്ന് വെച്ചാൽ എൻ്റെ ഒരു വേർഡിനെ വേറൊരു വേർഡ് വെച്ച് മാറ്റാൻ. ഓക്കെ, അതിന് വേണ്ടി ഫസ്റ്റ് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് HCVS എന്ന് പറയുന്ന വേർഡാണ്. ഇനി HCVSൻ്റെ സ്ഥാനത്ത് എനിക്ക് കൊടുക്കേണ്ടത് സ്കൂൾ എന്ന് പറയുന്ന വേർഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫൈൻഡ് വാട്ട്, അതായത് റീപ്ലേസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്ന് ഫൈൻഡ് വാട്ടും റീപ്ലേസ് വിത്ത് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഫൈൻഡ് വാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അതാണ് ഫൈൻഡ് വാട്ടിൽ നമ്മൾ കൊടുക്കേണ്ടത്. നമുക്ക് ഏത് വേർഡാണോ കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് വേർഡാണോ ഈ പാരഗ്രാഫിൽ നിന്ന് മാറ്റേണ്ടത് ആ വേർഡായിരിക്കണം അവിടെ കൊടുക്കുന്നത്. അതാണ് HCVS എന്ന് പറയുന്ന വേർഡ്. എനിക്ക് HCVSനെയാണ് ഈ പാരഗ്രാഫിൽ നിന്ന് മാറ്റേണ്ടത്. ഇനി HCVSന് പകരം ഏത് വേർഡാണോ കൊടുക്കേണ്ടത് അതാണ് റീപ്ലേസ് വിത്ത് എന്ന് പറയുന്ന ആ ബോക്സിൽ നമ്മൾക്ക് കൊടുക്കേണ്ടത്. അത് സ്കൂൾ. അപ്പോൾ എവിടെയൊക്കെ HCVS ഉണ്ടോ ഇവിടെയൊക്കെ സ്കൂൾ വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ HCVS കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഫൈൻഡ് നെക്സ്റ്റ് നമ്മൾ കൊടുത്തു. ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്തപ്പോൾ കണ്ടോ, നമുക്ക് HCVSൻ്റെ പൊസിഷൻ കാണാൻ പറ്റി. ഈ പാരഗ്രാഫിൽ ഇഷ്ടം പോലെ HCVS എന്ന് പറയുന്ന വേർഡുണ്ട്. അതിൽ ആദ്യത്തെ വേർഡാണ് ഇത്. അപ്പോൾ എനിക്ക് ഇതിനെ സ്കൂൾ വെച്ചല്ലേ റീപ്ലേസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി എനിക്ക് ഒന്നിൽ റീപ്ലേസ് ഓപ്ഷൻ അല്ലെങ്കിൽ റീപ്ലേസ് ഓൾ എന്ന ഓപ്ഷൻ എനിക്ക് യൂസ് ചെയ്യാം. റീപ്ലേസ് ഓപ്ഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം ഈ സെലക്ട് ചെയ്തിരിക്കുന്ന വേർഡ് മാത്രമേ മാറുകയുള്ളൂ. ഇനി എനിക്ക് ഈ പാരഗ്രാഫിലെ കംപ്ലീറ്റ് HCVS എന്ന് പറയുന്ന വേർഡിനെയും സ്കൂൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ റീപ്ലേസ് ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ റീപ്ലേസ് കൊടുക്കാം. റീപ്ലേസ് കൊടുത്തപ്പോൾ ഇവിടെയായിരുന്നു ആദ്യം HCVS ഹൈലൈറ്റ് ചെയ്തത്, അത് സ്കൂളായി മാറി. ഇനി അടുത്തത് നമ്മൾ സെർച്ച് ചെയ്യുക. അടുത്തത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് HCVS സെലക്ട് ആയി കിടക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ. ഇനി ഇതിനെ റീപ്ലേസ് ചെയ്യണം. ഇനി എനിക്ക് HCVS മുഴുവനും റീപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം റീപ്ലേസ് ഓൾ കൊടുക്കാം. അത് ഞാൻ റീപ്ലേസ് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ പാരഗ്രാഫിൽ തന്നെ എത്രയൊക്കെ ആ വേർഡുണ്ടോ അതിനെയൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്ത് തരും. കണ്ടോ, ഇനി ഈ പാരഗ്രാഫിൽ HCVS എന്ന് പറയുന്ന ഒരു വേർഡ് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതെല്ലാം സ്കൂളായിട്ട് റീപ്ലേസ് ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ റീപ്ലേസ്, ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന പോർഷൻ. മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി.
ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ പേജിൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 35 ഒരു ആക്ഷൻ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൊടുത്തിട്ടില്ലേ, അത് നോക്കുക. ആക്ഷൻ ബ്രേക്ക് കൊടുത്തിട്ടില്ലേ, പേജ് നമ്പർ 35 എടുക്കുക. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫ് കാണാൻ പറ്റും. അപ്പോൾ ആ പാരഗ്രാഫിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദ സ്റ്റുഡൻറ്റ് ഓഫ് ക്ലാസ് 5 വെയർ ആസ്ക്ഡ് ടു റൈറ്റ് എ പാരഗ്രാഫ് ഓൺ മൈ ഫേവറേറ്റ് ഫ്രൂട്ട്. സുധീർ ഹാസ് ടൈപ്ഡ് ദ ഫോളോയിങ് പാരഗ്രാഫ് ഇൻ വേർഡ്. അതായത് ഈ സുധീർ എന്ന് പറയുന്ന ഒരു കുട്ടി എഴുതിയതായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, ചേഞ്ച് ദ കേസ് ഓഫ് ദ പാരഗ്രാഫ് ടു സെൻറ്റൻസ് കേസ്. സെൻറ്റൻസ് കേസിലേക്ക് ഈ പാരഗ്രാഫിനെ നമ്മൾ മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം സെൻറ്റൻസ് കേസ് എന്ന് വെച്ചാൽ എന്താ? സെൻറ്റൻസ് കേസ് എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്ന വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും അല്ലേ? അപ്പം നമുക്കതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇതല്ലേ നമ്മുടെ പാരഗ്രാഫ്. ഈ പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് വേർഡാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? സെൻറ്റൻസ് കേസ് ആക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനി സെൻറ്റൻസ് കേസ് ആക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പാരഗ്രാഫ് ആദ്യം സെലക്ട് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് എങ്ങനെയാണ് കേസ് ചേഞ്ച് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ഓപ്ഷനുണ്ട് അല്ലേ, കേസ് ചേഞ്ച് ചെയ്യാൻ. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫസ്റ്റ് തന്നെ സെൻറ്റൻസ് കേസാണ് കിടക്കുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് വേർഡ് ഏതാ? മാംഗോ ആണ് അല്ലേ? മാംഗോവിൻ്റെ ഫസ്റ്റ് ലെറ്റർ എം. ആ എം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറിയത് നമുക്ക് കാണാം. ഇങ്ങനെയാണ് സെൻറ്റൻസ് കേസ് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ change the case of heading so that the first character of each word is in capital. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹെഡിങ്ങിൻ്റെ കേസാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ഹെഡിങ്ങിൻ്റെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. എത്ര വേർഡ് ഉണ്ടായില്ല? 4 വേർഡ് ഉണ്ടല്ലേ? മൈ, ഫേവറേറ്റ്, ഫ്രൂട്ട്, മാംഗോ, ഈ 4 വേർഡുണ്ട്. ഈ 4 വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. അങ്ങനെയല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് കേസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഏത് കേസാണ് യൂസ് ചെയ്യേണ്ടത്? ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്ന് പറയുന്ന കേസാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഹെഡിങ് ഇവിടെ മാറ്റിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഹെഡിങ് ചേഞ്ച് ചെയ്യാൻ പോവാം. അപ്പോൾ അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ ഹെഡിങ് സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചേഞ്ച് കേസ് സെലക്ട് ചെയ്യുക. അതിൽ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് സെലക്ട് ചെയ്യുക. കണ്ടോ, ഇപ്പം നമ്മുടെ ആൻസർ ആയില്ലേ? അതായത് ചേഞ്ച് ദ കേസ് ഓഫ് ഹെഡിങ് സോ ദാറ്റ് ദ ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ഈച്ച് വേർഡ് ഈസ് ഇൻ ക്യാപിറ്റൽ. അപ്പം നമ്മുടെ ഫസ്റ്റ് വേർഡ് ക്യാപിറ്റൽ ലെറ്റർ ആയി കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? യൂസ് തിസോറസ് ഫോർ ദ വേർഡ് വേരിയസ് ആൻഡ് റീപ്ലേസ് ഇറ്റ് വിത്ത് അനദർ വേർഡ് ഓഫ് സിമിലർ മീനിങ്. അപ്പോൾ തിസോറസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളൊരു വേർഡിൻ്റെ സിമിലർ ആയിട്ടുള്ള വേർഡ് മീനിങ് വരുന്ന മറ്റൊരു വേർഡ് കണ്ടുപിടിക്കാൻ അല്ലേ? അപ്പോൾ ഇതിൽ വേരിയസ് എന്ന് പറയുന്ന വേർഡിൻ്റെ വേറൊരു വേർഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫിൽ വേരിയസ് എവിടെയാണോ വരുന്നത് അതിനെ നമുക്ക് മാറ്റിയിട്ട് അതേ മീനിങ് വരുന്ന വേറൊരു വേർഡ് കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ വേരിയസ് സെലക്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് തിസോറസ് എവിടെയാണ് ഉള്ളത്? റിവ്യൂലല്ലേ? റിവ്യൂ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് തിസോറസ് കാണാൻ പറ്റും. അതും ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ വേരിയസ് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ കണ്ടോ, സെർച്ച് ഫോറിൻ്റെ അവിടെ വേരിയസ് വന്നു. അപ്പോൾ വേരിയസിൻ്റെ ഇത്രയും വേർഡ്സാണ് നമുക്ക് കിട്ടിയത്. അതായത് ഈ വേരിയസ് എന്ന് പറയുന്ന വേർഡ് മീനിങ് വരുന്ന ഇത്രയും വേർഡ്സ്. അപ്പം ഞാനിവിടെ എനിക്ക് മെനിയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാനിവിടെ മെനി വെച്ച് റീപ്ലേസ് ചെയ്യാം. MENY. ഓക്കെ, മെനി. ഓക്കെ, മനസ്സിലായല്ലോ തിസോറസ്. അപ്പം നമ്മളത് സോൾവ് ചെയ്തു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. അതായത്
നമുക്കിതിൻ്റെ സ്പെല്ലിങ്ങും ഗ്രാമർ ഇപ്പോൾ കണ്ടോ, റെഡ് ലൈന് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ, എല്ലാത്തിലും റെഡ് ലൈൻ, ഒരു റെഡ് വേവി ലൈൻ വന്നിട്ടുണ്ടല്ലേ. റെഡ് വേവി ലൈൻ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ നമുക്കതിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ പാരഗ്രാഫിൽ ഇഷ്ടം പോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ പാരഗ്രാഫിനെ സെലക്ട് ചെയ്തിട്ട് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് റിവ്യൂ എന്ന് പറയുന്ന ടാബിലായിരിക്കും ഉള്ളത്. അപ്പം നമുക്ക് നോക്കിക്കേ, നമുക്കിവിടെ ഫസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നത് ഫേവറേറ്റ് എന്ന് പറയുന്ന വേർഡിലാണ്. അത് ഈ ബോക്സിനുള്ളിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്. ഒന്നിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഇഗ്നോർ വൺസ് കൊടുത്താൽ ഇവിടെ ആ ഒരു റെഡ് വേവി ലൈൻ മാറി കിട്ടും. അല്ല, ഇഗ്നോർ ഓൾ ആണെങ്കിൽ എവിടെയൊക്കെ ഫേവറേറ്റ് വന്നിട്ടുണ്ടോ അതൊക്കെ മാറ്റും. പിന്നെ ഈ വേർഡിനെ നമുക്ക് ഡിക്ഷണറിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ആഡ് ടു ഡിക്ഷണറി കൊടുക്കാം. ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാം, ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതിൽ ഫേവറേറ്റ് എന്ന ഇവിടെ സജഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഞാനൊരു സജഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ചേഞ്ച് കൊടുത്തു. ചേഞ്ച് കൊടുത്തപ്പോൾ കറക്റ്റ് നെയിമുമായി. ഇവിടെ കണ്ടോ, നമ്മുടെ ശരിക്കുള്ള ഡോക്യുമെൻറ്റിൽ റെഡ് വേവി ലൈൻ മാറുകയും ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്ത് ചെയ്യണം, അടുത്തത് ഇവിടെ റെഡ് കളറിൽ നമുക്ക് മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് സജഷൻസിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം. ഇനി പിന്നെ ഇതേപോലെ എല്ലാം ചെയ്ത് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ, എങ്ങനെയാണ് മാറ്റുന്നതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ മിസ്റ്റേക്സും മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാ മിസ്റ്റേക്സും മാറിക്കഴിഞ്ഞു. നമുക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുന്നുണ്ടോ, വേർഡ് ഫിനിഷ് ചെക്കിംഗ് ദ സെലക്ഷൻ, ഡു യു വോണ്ട് ടു കണ്ടിന്യൂ ചെക്കിംഗ് ദ റിമൈൻഡർ ഓഫ് ദ ഡോക്യുമെൻറ്റ്. അപ്പോൾ എനിക്കിനി റിമൈൻഡർ ഡോക്യുമെൻറ്റിലേക്ക് ചെക്ക് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എസ് കൊടുത്തു, ഇത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ആക്ഷൻ ബ്രേക്ക് നിങ്ങളുടെ നോട്ടിൽ കറക്റ്റായിട്ട് എഴുതുക. എന്നിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത പോർഷൻ പറഞ്ഞു തരാം. താങ്ക് യു.